ഇപ്പൊ വീഡിയോ എടുക്കണ്ട. എന്താണ്? അപ്പൊ ഇവിടെ ഭയങ്കര അന്വേഷണത്തിലാണ്. ഇവിടെ കറി വയ്ക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഇറച്ചിക്കുള്ള സാധനങ്ങളൊക്കെ തിരുമ്മി കൂട്ടി ഞാൻ കുക്കറിൽ വെക്കാൻ പോവാണ്. പുറത്ത് നല്ല വെയിലാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോ പുറത്തു പോയിട്ട് മഴയായിരുന്നു. നല്ല രാവിലെ മഴ ഞാൻ കണ്ടില്ല. ആക്ച്വലി വീട് മഴ പെയ്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പുറത്തു പോയിട്ട് വെള്ളമൊന്നും കണ്ടില്ല. നല്ല ഡ്രൈ മീൻസ് ചെറുതായിട്ട് ചാറി പോയി. മഴ പെയ്തില്ല. അപ്പൊ കൊറേ പേര് കാര്യം പറയാൻ മറന്നേന്ന് ഓർമ്മിപ്പിക്കണം. കുറച്ച് കഴിയുമ്പോ ചേട്ടനോട്. അതായത് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് വീണ്ടും വീഡിയോയിൽ വരുന്നത്. നമ്മള് ചാനലിൽ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പൊ ഒരാഴ്ചയില് മുളക് വല്ലപ്പോഴൊക്കെ ഇടും. 2 വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ ഒരു വീഡിയോ ആയി പിന്നെ ഇല്ലാണ്ടായി അത്. അപ്പൊ കൊറേ പേര് ചോദിച്ചായിരുന്നു എന്താ ചേച്ചി കമന്റ് ഇട്ടായിരുന്നു. അല്ല എന്തൊക്കെയായിരുന്നു 2 വീഡിയോ. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതന്നെ. അപ്പൊ നാരങ്ങയോളം ഉണ്ടാക്കി ഒരു നാരങ്ങ ബാക്കിയുണ്ട്. നീ എനിക്ക് നാരങ്ങയോളം ഉണ്ടാക്കി തന്നാൽ ഞാൻ കുടിച്ച് സന്തോഷവാനായി തരും. ചേട്ടന്റെ എന്താ പറയാ ട്രിക്കാണോ എനിക്കറിയാം. ഞാൻ ഉണ്ടാക്കി കുടിച്ചോണ്ട് ഒരു നാരങ്ങയോളം ഉണ്ടാക്കി എനിക്ക് അരമണിക്കൂറായില്ല ഒരു നാരങ്ങ ഉണ്ടാക്കി കുടിച്ചിട്ട്. അരമണിക്കൂറൊന്നുമല്ല കുറെ നേരം. ഞങ്ങളുടെ AC അയ്യോ ചേട്ടാ എന്നോട് കാര്യം പറയേ അപ്പൊ ചോദിച്ചേ. ചേച്ചിയില്ല കൊറേ പേര് ചോദിച്ചായിരുന്നു ഈ ട്രേ ഇല്ലേ ട്രേയുടെ അടിയിൽ വെക്കണ ഈ സാധനം എവിടെ നിന്നാ കിട്ടിയെന്ന്. സുഖം കാണിക്കണം അർജുൻ വെള്ളം. ആക്ച്വലി ഇത് നമ്മുടെ മറ്റേ കൂടിന്റെ ബിങ്കോന്റെ കൂടിന്റെ അടിയില് മൂത്രവും അപ്പിയൊക്കെ വീഴാനുള്ള ട്രേ ആണ്. ട്രേ അതായിരുന്നു. പക്ഷെ വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നത് പോലെ കിളിക്കൂടിന്റെ ഒരു കിളിക്കൂടിന്റെ അടിയിലത്തെ ട്രേ. ഇത് കിളിക്കൂടിന്റെ ട്രേ. ബിങ്കോന്റെ ട്രേ വീട്ടിലുണ്ട്. അവിടെ ട്രേ വീട്ടില. ഇത് കിളിക്കൂടിന്റെ നമ്മള് കിളിക്കൂടിന്റെ അടിയിലൊരു ട്രേ ഉണ്ടല്ലോ ആ ട്രേ ആണ് ആക്ച്വലി ഇത്. അതായത് കിളിയുടെ ഒക്കെ കാഷ്ടം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ വേസ്റ്റ് ഒക്കെ താഴെ വീഴാനുള്ള ട്രേ. ഇങ്ങനെ വലിച്ചു മാറ്റുന്ന ട്രേ. ആ ട്രേ അപ്പൊ ആ ട്രേ ഇപ്പൊ കിളികൾ പോയപ്പോ ട്രേ ബാലൻസ് ഇങ്ങനെ പുറത്ത് കിടക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ പാത്രം കഴുകി വെക്കണ ഈ സാധനത്തിന് അടിയിലൊന്നും ഇല്ല. കിളികൾ പോയപ്പോ നമ്മള് മറ്റേ പ്രാവിനെ കൊണ്ടുവന്നതായിരുന്നു. നമ്മള് വളർത്തിയിട്ടില്ല. പക്ഷെ പ്രാവിനെ കൊടുത്തപ്പോ അപ്പൊ ബാക്കി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഇതിന്റെ അടിയിൽ വെക്കാനൊന്നും ഇല്ല. നമ്മള് സ്ലാവുമ്പോ ഇങ്ങനെ വെക്കുമ്പോ വെള്ളം പോവുമല്ലോ. അപ്പൊ ആ ഒരു ബുദ്ധിയില് ചെയ്താണ്. വെറുതെ പാത്രം കഴുകി ഇതിന്റെ ഉള്ളിൽ കൊണ്ടിടും. അത് കുറച്ച് ഇതിൽ എടുത്തിട്ട് വീണ്ടും അങ്ങോട്ട് വയ്ക്കും. വെള്ളം പോട്ടെ. അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഓരോ നമ്മൾ തുടച്ച് മിനിക്കൊക്കെ നിക്കണം. ഇതിലിപ്പോ അതൊന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് വെച്ചാൽ മതി. അത്രയുള്ള കാര്യമുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ സാധനം മേടിക്കുമ്പോ അടിയില് വരണ സാധനം വരണുണ്ട്. കിട്ടുമായിരിക്കും. അപ്പൊ അതാണ് അതിനുള്ള ഉത്തരം. ഓക്കെ അപ്പൊ ഞാൻ മസാല റെഡിയാക്കണം. ഈ മസാല റെഡിയാക്കാം. പിന്നെ ഞാൻ AC കാണിച്ചു തരാം. ACയുടെ സാധനങ്ങളൊക്കെ തുറന്നു ഇട്ടിട്ട് പോയേക്കാണ്. കണ്ടോ ACയുടെ ഇതൊക്കെ ഒരു ഊരിയുടെ പുറത്ത് വെച്ചേക്കാം. AC കഴിഞ്ഞ 1-ാം തീയതി കംപ്ലൈന്റ് ആയതാ. 1-ാം തീയതി കംപ്ലൈന്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AC ഓണാക്കുമ്പോൾ E1 എന്ന് പറഞ്ഞ കംപ്ലൈന്റ് വരും. പാനസോണിക്കിന്റെ AC ആണ്. E1 എന്നുള്ളൊരു ഇറർ കോഡ് കാണിക്കുമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇതിന്റെ വാറണ്ടി കഴിഞ്ഞു. 2 വർഷമായിരുന്നു കമ്പനി വാറണ്ടി. അത് കഴിഞ്ഞ് ബജാജിന്റെ EMI എടുത്തിട്ടുണ്ടായതാ. അപ്പോൾ EMI ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ടായി ഭാഗ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് അത് 1 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി പോലെ ഉണ്ടായിരുന്നു. വാറണ്ടി ഇൻഷുറൻസ് അങ്ങനെ സംതിങ്. അപ്പോൾ അവരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവർ വന്നെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ പ്രോസസ്സാണ് അത്. മറ്റേ ACയുടെ കംപ്ലൈൻറ്റ് നമ്മൾ പാനസോണിക്ക് വിളിച്ചു പറഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് റിപ്പയർ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ 1-ാം തീയതി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഏകദേശം 8-ാം തീയതി 9-ാം തീയതി ആയപ്പോഴാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയാണ് അവർ വന്ന് സംഭവമൊക്കെ നോക്കിയത്. അപ്പോഴേക്കും മോട്ടർ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ മോട്ടർ ഓർഡർ ചെയ്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇന്ന് മോട്ടർ ഓർഡർ ചെയ്ത് വന്ന് മോട്ടറും കൊണ്ട് ചേട്ടൻ വന്ന് നന്നാക്കാനായിട്ട് AC മൊത്തം തുറന്നപ്പോൾ അതിൻ്റെ ബോർഡിൻ്റെ ഉള്ളിൽ ആണ് സംഭവം. ബോർഡിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു വിടൂ? ഒരു പല്ലി ചത്ത് സൈഡിൽ ഇങ്ങനെ ഇരിക്കണം. ആ ഇരുന്ന സ്ഥലം മൊത്തം ആകെ അത് ചത്ത കാരണല്ല. ചത്തതാ ബോർഡ് ഷോർട്ടായിട്ട് അങ്ങനെ ചത്തത്. എനിക്കറിയില്ല. എന്നിട്ടായാലും ആ ബോർഡ് ഞാൻ കാണിച്ചു തരാടാ. അടി നടക്കാണ്ട് ഒരു വലിയ അതിന്റെ ഉള്ളിലുള്ളൂ. അതറിയില്ല. എന്നിട്ടായാലും പല്ലി ഇരുന്ന സ്ഥലം അങ്ങോട്ട് എന്താണ് പൊളച്ച പോലെയായി. അപ്പൊ അങ്ങനെ ആ ബോർഡ് കംപ്ലൈന്റ് ആയതാണ്. അപ്പൊ ബോർഡിനും ഇൻഷുറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്.
എന്തായാലും ബോർഡ് ഊരിയൊരു പോയേക്കാണ്. ഇനി എപ്പോഴാണ് ശരിയായി വരാമെന്ന് അറിയില്ല. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈ AC ഒക്കെ മേടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബജാജിൻ്റെ EMI പ്ലാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എടുത്തു വെച്ചേക്കാം. ഇത്തിരി സ്ലോ പ്രോസസ്സ് ആയാലും ഈ ബോർഡൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ എമൗണ്ട് ആയിരിക്കും വരാം. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ അർജൻറ്റായിട്ടൊന്നും റിപ്പയറായി കിട്ടില്ല, അത് ഉറപ്പാണ്. 100% എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് മനസ്സിലായത് അതാണ്. കാരണം നമ്മൾ വിളിച്ചിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസും ഇല്ല. ഞാൻ എന്നിട്ട് AC മേടിച്ച ഞങ്ങളുടെ ചാലക്കുടിയിലുള്ള റിതം എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അവിടെ പോയി അവരുടെ അടുത്ത് ഡയറക്റ്റ് പോയി അവിടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് അവർ വിളിച്ച് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നമുക്ക് ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടാണ്. ഞാനിവിടുന്ന് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി നമുക്ക് നേരെ മമ്മിയുടെ അടുത്തേക്ക് പോവാം. സെലീന മമ്മി, യെസ് ലൈറ്റ് ഇല്ല, ഹായ്. പ്രകാശ് പൂർണ്ണമായി മമ്മിയോട് ഇരിക്കുന്നു. ആക്ച്വലി മമ്മിക്ക് വീഡിയോ ഒന്നും എടുക്കുന്നത് ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല. കുതിക്കി വെക്കി ഇപ്പൊ വീഡിയോ എടുക്കണ്ട. എന്താണ് പറയാനുള്ള ആരോഗ്യമായിട്ടില്ല. അതായത് അമ്മയ്ക്ക് നമ്മൾ മുമ്പ് ഒരു ദിവസം ഞാൻ വീഡിയോ കാണിച്ചിരുന്നു അമ്മ കിടക്കുന്നത്. ഇപ്പം അമ്മ എനിട്ടൊക്കെ ഇരുന്ന് തുടങ്ങി. പക്ഷെ അമ്മയ്ക്ക് സോഡിയം കുറഞ്ഞു പോയിരുന്നു, എന്തൊക്കെയോ ഇൻഫെക്ഷൻ കയറിയിരുന്നു. അപ്പോൾ അതിനുള്ള ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. സോഡിയം കയറ്റി എല്ലാം ഏകദേശം ഒരു ആദ്യം ഇൻഫെക്ഷൻ ഉണ്ടായില്ല, ആദ്യം സോഡിയം മാത്രം കുറഞ്ഞു പോയത്. അപ്പോൾ സോഡിയം അമ്മയ്ക്ക് കയറ്റി അതിന് ഗുളികയാക്കി സോഡിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 135 ആ ലെവലിലൊക്കെ എത്തിയിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഛർദി. അമ്മ കഴിക്കുന്ന 2 പ്രാവശ്യം ഛർദിച്ചു. പിന്നെ ഭയങ്കര ലൂസ് മോഷൻ, അങ്ങനെ പ്രശ്നങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അമ്മയുടെ ബ്ലഡ് ചെക്ക് ചെയ്തു. സോഡിയൊക്കെ വീണ്ടും കുറഞ്ഞു. സോഡിയൊക്കെ 126 അങ്ങനെയൊക്കെ. പക്ഷെ ഓർമ്മയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണാവോ ഓർമ്മ പോവായിരുന്നത്? എന്താണാവോ? സാധാരണ സോഡിയൊക്കെ ഒരു 131 130 ആകുമ്പോഴേക്കും ഓർമ്മയൊക്കെ പോവാറുണ്ട്. 126 ആയിട്ടും ഓർമ്മയൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ. അപ്പം വീണ്ടും സോഡിയം കയറി. അപ്പം ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അമ്മയ്ക്ക് എന്തോ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ CRP ഒക്കെ ഭയങ്കര കൂടുതൽ. അപ്പോൾ വീണ്ടും അമ്മയ്ക്ക് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും അതുപോലെ സോഡിയവും കയറ്റി. അപ്പോൾ രണ്ടും കയറ്റി എനിക്ക് തോന്നുന്നു ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അമ്മയുടെ സോഡിയം കറക്റ്റായിട്ടുണ്ട്, ലെവലായിട്ടുണ്ട്. അപ്പോൾ പൊട്ടാസ്യം കുറഞ്ഞു വേഗം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം പൊട്ടാസ്യം കയറില്ലായിരുന്നു. പൊട്ടാസ്യം കയറ്റി. ഇപ്പോൾ ഇത് വീണ്ടും എന്നിട്ട് ഫസ്റ്റ് വെയിറ്റ് ആൻറ്റിബയോട്ടിക് കറക്റ്റായിട്ടുണ്ട് വർക്കിംഗ് ആവണ്ടായില്ല. പിന്നെ ഇഞ്ചക്ഷൻ മാറ്റി വേറെ ഇഞ്ചക്ഷൻ ആക്കി. അങ്ങനെയൊക്കെ ആക്കി ഇപ്പോഴത്തെ ഇതിങ്ങനെ ആയിട്ടുണ്ട്, ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു പുഞ്ചിരിയൊക്കെ വിടർന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടുള്ള ഒരു ഇതിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഗുളികേമയാണ്, ആൻറ്റിബയോട്ടിക് ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കലാകുമ്പോൾ ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം 2 നേരമൊക്കെ ഒരു നേരം 2 നേരമല്ല, 3 നേരം ഉള്ളൂല്ലോ. ഒരു നേരമൊക്കെ കഴിച്ചാലേ ഉള്ളൂ. ചിലപ്പോൾ 2 നേരം കഴിക്കും. അത് അമ്മയ്ക്ക് അത്രയും കറികളൊന്നും അമ്മയ്ക്ക് പറ്റില്ല. അമ്മയ്ക്ക് ഈ മുളക് ചമ്മന്തി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അമ്മ കഴിക്കും. അത് ചില നേരത്ത് വീട്ടിൽ പല ടൈപ്പ് കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലും. പക്ഷെ അമ്മ പറയും എനിക്കിഷ്ടമായില്ല, എനിക്ക് പറ്റണില്ല, മണം പറ്റണില്ല, സ്മെല്ല് പറ്റണില്ല. അല്ല മണവും സ്മെല്ലും എന്തിനല്ലേ അല്ലേ? അല്ല അതല്ലേ ചോദിച്ചേ, അങ്ങനെയല്ല അമ്മ പറയാറ്. എനിക്ക് പറ്റണില്ല, വായയിൽ പിടിക്കണില്ല അങ്ങനെ പറയും. ഇപ്പം ഇതേ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഉപ്പിട്ട നാരങ്ങ വെള്ളം ഒരു കപ്പ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായി, പകുതി കുടിച്ചു. അതെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുടിക്കാനുണ്ട്. ഇപ്പം എന്തായാലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫലം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അമ്മ പെട്ടെന്ന് റിക്കവറായിട്ട് തിരിച്ചു വരാനായിട്ട്. ഇപ്പം പാട്ടൊക്കെ പാടാനുള്ള ആരോഗ്യത്തേക്ക് എത്തിയിട്ടുണ്ടോ? വേണമെങ്കിൽ പാടാം, എന്തിട്ടടാ ചക്ക ഇപ്പം പാട്ടൊന്നും പാടാം. ഒരു നന്ദിപ്പാട്ട് വേണമെങ്കിൽ പാടാം. എന്നമ്മയെ ഞാനോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാനോർക്കുന്നു മെയ്നീരോടെ. വ്യാകുല മാതാവിൻ വലിയൊരു ഗ്രോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ
ചെയ്യാറുണ്ട്. താങ്ക് യു. അമ്മയുടെ പാട്ട് മുമ്പേ തുടങ്ങി കേൾക്കാറുള്ളവരാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും. പുതിയതായിട്ട് ആരും കേൾക്കണമെങ്കിൽ കുറച്ചൊക്കെ വേർഡ്സൊക്കെ അമ്മ ആഡ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ലൈനൊന്നും ആയിരിക്കില്ല. നിങ്ങൾ കേൾക്കുന്ന പാട്ടായിരിക്കില്ല. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അമ്മയുടേതായ ചില പൊടിക്കൈകൾ അമ്മ പാട്ടിലൊക്കെ ആഡ് ചെയ്യാറുണ്ട് പലപ്പോഴും. നമ്മൾ വിചാരിക്കാത്ത വാക്കുകളൊക്കെ പാട്ടിലൊക്കെ വരും. ട്യൂണിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തോന്നും. എന്നാലും പാടും. വയസ്സായില്ലേ മക്കളെ, പിന്നെ വയ്യായകളും ഇല്ലേ. അപ്പം അതൊക്കെ വെച്ച് ഇങ്ങനെ ഇത്രയും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും തന്ന് എന്നെ അനുഗ്രഹിച്ച് കൊണ്ടുപോണ ദൈവത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും 1000 നന്ദി. കൂടുതലായി മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണ എല്ലാ മക്കളെയും പ്രത്യേകം ഓർക്കുന്നു. ഇവിടെ നോക്കിയിട്ട് പറയാം. ഇവിടെ ക്യാമറ. ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മക്കളുടെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഒരേ പ്രാവശ്യവും പ്രസംഗം പറഞ്ഞ പോലെ ഉണ്ടല്ലോ ദൈവം തിരിച്ചു തരുന്നത്. ആ ദൈവത്തിനും നിങ്ങൾക്കും നന്ദി പറയുന്നു. അപ്പം എന്തായാലും ഇതൊക്കെയാണ് അമ്മയുടെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലെ നന്നായിട്ട് പെട്ടെന്ന് ഓക്കെ ആയി വരാൻ വേണ്ടി എല്ലാവരും ഒന്നുകൂടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അല്ലേ? ലൈറ്റ് ഓഫ് ചെയ്യാം. ഞാൻ ബൂം ഓഫ് ചെയ്തോളാം. അപ്പം ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ നേര് മിടിച്ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. മിടിച്ചേച്ചി ഞാൻ സ്കൂട്ടർ ഒന്ന് കാണിച്ചിട്ട് പറ്റേ? ഞാനിന്ന് വീഡിയോ എടുത്തായിരുന്നു ചെറുതായിട്ട്. എന്നിട്ട് കാണിച്ചിട്ടുണ്ടായോ? കഴുകണ വീഡിയോ അല്ലേ, കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതല്ലേ. ഇത്രയും നാൾക്ക് ശേഷം ബിഫോർ ഫോട്ടോ എടുത്തില്ലായിരുന്നു. കുഴപ്പമില്ല. ആഫ്റ്റർ മാത്രമേ ഉള്ളൂ. കഴുകണ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്റ്റീവ കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ സർവീസിന് വേണ്ടി ഞാൻ ഇവിടെ മാളയിൽ അവിടെയാണ് നോർമലി എപ്പോഴും സർവീസ് ചെയ്യാറ്. ഞാൻ മുമ്പത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പറഞ്ഞ കംപ്ലൈൻറ്റുകളൊന്നും മാറ്റി തരാറില്ല. വണ്ടിക്ക് ഞാൻ വിടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോയിട്ട് തനിക്ക് ഓണാവും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ഓഫാവും, വണ്ടി ഓണാവും. കീടെ അവിടെ എന്തോ ലൂസ് കോണ്ടാക്ട് എന്തോ സംതിങ് ആണ്. നമ്മൾ അന്ന് തുടങ്ങി കംപ്ലൈൻറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും അത് കംപ്ലൈൻറ്റ് മാറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എഞ്ചിൻ ലൈറ്റ് കത്തും. ഇതും കംപ്ലൈൻറ്റ് ഇതുവരെ മാറ്റി തന്നിട്ടില്ല. ഇന്നിപ്പോൾ അത് കാടുവീറ്റിയിൽ ഒരു കെയർ വാഷോ എന്തോ പറഞ്ഞിട്ട് ഒരു പുതിയ കട ഓപ്പൺ ആയിട്ടുണ്ടായി. അപ്പോൾ സ്റ്റീവിനെ കൊണ്ടുവിട്ട് വന്നപ്പോൾ അവിടെ കൊണ്ടുകൊടുത്ത് വണ്ടീനെ കഴുകിച്ച് കൊണ്ടുവന്നു. സർവീസ് ചെയ്തിട്ടില്ല. സർവീസിന് വേറെ എവിടെയും കൊണ്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വണ്ടി നല്ല ക്ലീൻ കുട്ടപ്പനായിട്ട് ഇതാ വന്നിരിക്കുന്നു. നല്ല രസമുണ്ട്. ഇതൊക്കെ എന്ത് തേച്ചാണോ ഈ കളറാക്കിയേക്കണമെന്ന് അറിയില്ല. ഓയിൽ തേച്ചാണോ എന്തായാലും നല്ല ബ്ലാക്ക് ആയിട്ട് നല്ല കാണുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നു വണ്ടി കഴുകിയതിൻ്റെ. പിന്നെ വീടിൻ്റെ അകത്ത് ചെടികളെല്ലാം പുറത്തിറക്കിയൊക്കെ ഉണ്ടോ. മൊത്തം ചെടികൾ നമ്മൾ ഇവിടെ പുറത്തിറക്കി ഫുള്ള് വെച്ചേക്കാണ്. കാരണം ഇതിൻ്റെയൊക്കെ കളറ് മാറി. ഇത് പുറത്തിരുന്ന ചെടിയാണ്. പലതിൻ്റെയും കളറ് മാറി. പിന്നെ ഗ്രേസ് കുറേ വെള്ളം കൊണ്ടുപോയിച്ചിട്ടേ അടിയിൽ വെള്ളം കെട്ടിക്കിടന്ന് കുറേ ചെടി ചീഞ്ഞു തുടങ്ങി. അപ്പോൾ എല്ലാത്തിനും എന്തായാലും പുറത്തേക്ക് ഇറക്കി ദേ ഇവിടെ വെച്ചേക്കാണ്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, എൻ്റെ ബൈക്കിൻ്റെ ഇവിടെ ഗിയർ സെൻസർ, അതായത് ഏത് ഗിയറിലെ വണ്ടി പോകണമെന്നുള്ളൊരു സെൻസറുണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടി മേടിച്ചപ്പോൾ അവർ പിന്നീട് വരുള്ളൂ. ഇപ്പോൾ ഷോർട്ടാണ്, സാധനം ഇല്ല, വരുമ്പോൾ അറിയിക്കാമെന്നൊക്കെ പറയണ്ടായി. ഞാൻ വിചാരിച്ച് പറ്റിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മാളയിൽ വണ്ടിയുടെ ഒന്ന് ലൂബ് ചെയ്യാൻ കൊണ്ടുവന്നുണ്ടായി. ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ബുള്ളറ്റിൻ്റെ ഷോറൂം. അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ ഈ സാധനം വന്നുണ്ട്, അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചേക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ അവിടേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കൊണ്ടുവന്നാൽ എൻ്റെ വണ്ടിയുടെ ഗിയർ മാറുന്നതൊക്കെ മീറ്ററിൽ എഴുതി കാണിക്കും. അപ്പോൾ ആ സെൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ മെത്യൂർ 350 എന്ന വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വിളിച്ച് വെച്ച് ഫിറ്റ് ചെയ്തോട്ടാം. ഞാൻ ഈ ദിവസങ്ങൾ ഫിറ്റ് ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോ കൂടെ പറഞ്ഞാൽ നിങ്ങളൊക്കെ പോയി മേടിച്ച് സാധനം തീർന്നു പോവും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെന്താണ്, എന്തൊക്കെയാണ് ഇവിടെയൊക്കെ നിങ്ങളെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചേക്കണ പോലെയൊക്കെ തന്നെ ഇവിടുത്തെ ചെടികൾ എടുത്ത് മാറ്റിയേക്കുന്നതാണ് ഏറ്റവും വലിയൊരു സംഭവം. എന്നിട്ടാ
ഒരു ഹോസ്പിറ്റൽ ഇതില് കാരണം നമ്മളുള്ളിൽ വെച്ചേക്കുന്ന ചെടികൾ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. കാണിച്ചു കൊടുത്താൽ ചിലപ്പോ മനസ്സിലാവും. ചൈന ഡോൾ അത് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചൈന ഡോളാണ് നമ്മുടെ ഒട്ടുമിക്ക എല്ലായിടും വെച്ചിരുന്ന ചെടി. അപ്പോൾ ഞാൻ പുറത്ത് കാണിച്ചു തന്നില്ലേ, എല്ലാം ചൈന ഡോളാണ്. പിന്നെ പന പോലത്തെ ചെടി, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതാണ് എല്ലായിടും വെക്കാറുള്ളത്. അതായത് വില കുറവിന് കിട്ടുന്ന പന അതാണ്, ആ പനയാണ് വെക്കാറുള്ളത്. ചൈന ഡോളിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു. ഇത് 2-3 ദിവസം ഒന്ന് പുറത്തിരിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് വെയിൽ വന്നാൽ 2 ദിവസം ഒക്കെ ഇരിക്കട്ടെ. ആ അടിയിലൊക്കെ വെള്ളം കയറി ചീഞ്ഞു തുടങ്ങിയത്. ഇതേ ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വെള്ളം കൂടി പോയാലും ചീഞ്ഞു പോവും, വെള്ളം കുറഞ്ഞു പോയാലും നശിച്ചു. കൂടുതൽ ദിവസം സൂര്യപ്രകാശം കിട്ടാണ്ട് മോശമായി പോകും. ഇവിടെ ഇരിക്കുന്ന ചെടികളുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ചെടികൾ പെട്ടെന്ന് ചീത്തയാവില്ല. കാരണം അവിടെ ജനലിൽ കൂടെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കൂടെ അകത്തേക്ക് വന്നാലും ഇത്ര ഏരിയയിലെ ചെടികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തിട്ടമ്മേ അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും നേരത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാണ്ട് കണ്ടിന്യൂ വീഡിയോ എടുത്തിട്ട് കണ്ടിന്യൂ ഇട്ടാലോ? അങ്ങനെയല്ല ഇടാറല്ലെങ്കിലും എൻ്റെ അഭിപ്രായം നല്ലതാണ്. പക്ഷെ കണ്ടിന്യൂ ചെയ്യാറില്ല. ഇങ്ങനെ ആവശ്യത്തെ വീണാട്ടങ്ങൾ പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ നടക്കാറില്ല. നമുക്ക് എന്തിട്ടായാലും എന്നാ ഒന്നും പറയണില്ല ഏട്ടാ. ശരി എന്നാ ശരി ഏട്ടാ, ബൈ ബൈ.